Use trapezoidal rule to evaluate integral 0 to 1 x cube dx considering 5 sub-intervals. നമുക്ക് trapezoidal rule വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ trapezoidal rule എന്താന്ന് നോക്കാം. ഓക്കെ, ഇന്റഗ്രൽ a to b f of x dx ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു h/2 into എന്ന് വരും ഫസ്റ്റ് വാല്യൂ y0 പ്ലസ് പിന്നെ എന്ത് ചെയ്യണം ലാസ്റ്റ് വാല്യൂ അതായത് y ഇവിടെ n ഇന്റർവെൽസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, y0 പ്ലസ് yn പ്ലസ് 2 ടൈംസ് ബാക്കി എല്ലാ ടേംസും വരും. ദാറ്റ് ഈസ് y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എക്സെട്ര ഏത് വരെ വരും yn മൈനസ് 1 വരെ വരും. ഓക്കെ, ഇതാണ് അതിന്റെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഇതിലെ എച്ചിന്റെ വാല്യൂ h is equal to എന്തെന്ന് വരും b മൈനസ് a ബൈ n ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സബ് ഇന്റർവെൽസ് ആണ്. ബിയും എ എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇന്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. h is equal to അപ്പർ ലിമിറ്റ് എത്രയാണ്? 1 അല്ലെ. ബിയുടെ സ്ഥാനത്ത് 1 ആണ്. മൈനസ് എയുടെ സ്ഥാനത്ത് എന്താണ്? 0 ഡിവൈഡഡ് ബൈ എത്ര ഇന്റർവെൽസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്? 5 സബ് ഇന്റർവെൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 5. അപ്പൊ 1/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വാല്യൂ? 0.2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ h കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ h/2 ഇൻറ്റു y0 പ്ലസ് എന്നിന്റെ വാല്യൂ എന്താ? 5 അല്ലെ. അപ്പൊ y0 പ്ലസ് y5 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എഴുതി. പിന്നെ എന്താണ്? 2 ടൈംസ് ബാക്കി എല്ലാ ടേംസും എഴുതുക. y0 തൊട്ട് y5 വരെയാണുള്ളത്. അപ്പൊ ബാക്കി ഏതൊക്കെ ടേം ഉണ്ട്? y1 ഉണ്ട്, y2 ഉണ്ട്, y3 ഉണ്ട്, y4. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ y0 തൊട്ടിട്ട് y5 വരെയുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ എഴുതാം. എക്സ് ഇവിടെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എക്സ് ക്യൂബ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ടിങ് തന്നിട്ടുള്ള വാല്യൂ എന്താണ്? 0. ഇനി h എന്തായിരുന്നു? നമുക്ക് 0.2. അപ്പൊ 0ന്റെ കൂടെ എന്ത് ചെയ്യുക? 0.2 ആഡ് ചെയ്യുക. അതായത് എന്ത് കിട്ടി? 0.2. ഇനി 0.2ന്റെ കൂടെ എന്ത് ചെയ്യണം? ഇന്റർവെൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 0.2 പ്ലസ് 0.2 വരുമ്പോ ഇവിടെ 0.4. ഇനി ഇതിന്റെ കൂടെ 0.2 ആഡ് ചെയ്യുമ്പോൾ 0.6 പിന്നെ 0.8 1. ഇത്രയും ഇന്റർവെൽസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി 0ന്റെ കറസ്പോണ്ടിങ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? എഫ് ഓഫ് 0 ഇതിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോ എന്താവും? 0 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് y0 ആണ് നിങ്ങളുടെ ഈ വാല്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ വാല്യൂം കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0.2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0.2 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.008. 0.4 ക്യൂബ് എന്ന് വെച്ചാൽ 0.064. 0.6 ക്യൂബ് ആണെങ്കിൽ 0.216. ഇനി 0.8ന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാല് 0.512. 1ന്റെ ക്യൂബ് എന്ത് തന്നെയാണ്? 1 ആണെന്നറിയാം. ഓക്കെ, അതായത് ഇതാണ് നിങ്ങളുടെ y0. ഇതെന്താണ്? y1, y2, y3, y4, y5. ഇതെങ്ങനെ കണ്ടുപിടിച്ചേ? ഇതാണ് നിങ്ങളുടെ x0. x1 എങ്ങനെ കണ്ടുപിടിച്ചേ? x0 പ്ലസ് h. ഇനി x2 എങ്ങനെയാ നിങ്ങൾ കണ്ടുപിടിച്ചേ? ഈ x1 പ്ലസ് h അല്ലെ. ഇങ്ങനെയാണിത് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്റഗ്രൽ ഓഫ് 0 to 1 എക്സ് ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു h/2 അല്ലായിരുന്നു. hന്റെ വാല്യൂ എത്രയാണ്? 0.2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റത്തെ y0ന്റെ വാല്യൂ എത്രയാണ്? 0 പ്ലസ് y5ന്റെ വാല്യൂ എത്രയാണ്? 1 പ്ലസ് പിന്നെ എന്താ വരുന്നത്? 2 ടൈംസ് ബാക്കി എല്ലാത്തിന്റെയും വാല്യൂ അതായത് 0.008 പ്ലസ് 0.064 പ്ലസ് 0.216 പ്ലസ് 0.512. ഓക്കെ, ഇത് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുക്കുക. ആൻസർ വുഡ് ബി 0.26. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇതിന്റെ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കാനും എളുപ്പമാണ്. Find a root between 0 and 1 for
cos x equal to 3x minus 1 using Newton-Raphson method, correct to 3 decimal places. ഓക്കെ, അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ cos x equal to 3x minus 1 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഈ cos x നെ എനിക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കൂടെ. എന്തെന്ന് വരും, 3x minus cos x minus 1 equal to 0. ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തു എന്നുള്ളൂ. ലാസ്റ്റ് മൈനസ് cos x എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്തെന്ന് എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x മൈനസ് കോസ് എക്സ് മൈനസ് 1 എഴുതാം. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ റൂട്ട് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് ആദ്യം 0 കൊടുത്തു നോക്കാം. ഓക്കെ, എന്തെന്നാവും 3 ഇൻറ്റു 0 മൈനസ് കോസ് 0 മൈനസ് 1. ഈ ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ റേഡിയനിക്ക് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഡിഗ്രി മാറ്റി റേഡിയൻ ആക്കണം. അപ്പൊ നമുക്ക് ഇവിടെ 3 ഇൻറ്റു 0 0 ആയി പോയി. കോസ് 0ന്റെ വാല്യൂ കൊടുത്തു 1 ആണ്. ഇനി എന്ത് ചെയ്യും, വീണ്ടും -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, 1 കൊടുക്കുക എക്സിന്റെ സ്ഥാനത്ത്. അപ്പൊ 1 കൊടുക്കുമ്പോൾ എന്താവും, 3 മൈനസ് കോസ് 1 മൈനസ് 1. ഓക്കെ, റേഡിയനിൽ ഇട്ട് ചെയ്തോളൂ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആൻസർ തെറ്റിപ്പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.459. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, മോഡ് ഓഫ് എഫ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, -2ന്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ 2 ആണ്. അതുപോലെ മോഡ് ഓഫ് എഫ് ഓഫ് 1 ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് 1.459. ഇത് നോക്കി കഴിഞ്ഞാൽ എഫ് ഓഫ് 0ന്റെ മോഡ് എന്താണ്, എഫ് ഓഫ് 1ന്റെ മോഡിനെയും കാട്ടി വലുതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏതിനെയാണ് ചൂസ് ചെയ്യുക, ഈ വാല്യൂ 1നെയാണ് എന്ത് ചെയ്യുക, എക്സ് നോട്ട് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഏതാണോ ചെറിയ വാല്യൂ എങ്കിൽ അത് എടുക്കുക. എക്സ് നോട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, 1 ആക്കിയിട്ട് ചൂസ് ചെയ്തു. കാരണം എന്ത്, 0 എന്താ എടുക്കാണ്ടിരുന്നത്, എഫ് ഓഫ് 0 എന്ന് പറയുന്നതായിരുന്നു വലിയ വാല്യൂ, അതുകൊണ്ട് അത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചെറുത് ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇതെടുത്തു. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിന്റെ ഇക്വേഷൻ എഴുതുക. xn പ്ലസ് 1 is equal to xn minus f of xn divided by f dash of xn. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എക്സ് നോട്ട് ആണ് നമ്മുടെ ഉള്ളത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ x1 കണ്ടുപിടിക്കണം. x1 is equal to എന്തുണ്ടാവും, എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, എഫ് ഓഫ് എക്സ് എന്തായിരുന്നു നമ്മുടെ 3x മൈനസ് കോസ് എക്സ് മൈനസ് 1 ആണ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ്, 3xന്റെ ഡെറിവേറ്റീവ് 3 മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ എക്സ്. അപ്പൊ എന്താവും, 3 പ്ലസ് സൈൻ എക്സ് എന്ന് വന്നു. ഓക്കെ, ഇനി എക്സ് നോട്ടിന്റെ വാല്യൂ എന്താ, 1 അല്ലേ, അതിവിടെ അപ്ലൈ ചെയ്യാം. 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ എക്സ് ഉള്ളവർക്കൊക്കെ 1 എന്നുള്ള വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 3 മൈനസ് കോസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലസ് സൈൻ ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. ഓക്കെ, ഇതും റേഡിയനിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ മറക്കരുത്, ആൻസർ തെറ്റിപ്പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6200. നമുക്ക് 3 ഡെസിമൽ പ്ലേസസ് ആണ് വരെ കറക്റ്റ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 4 ഡെസിമലോ അല്ലെങ്കിൽ 5 ഡെസിമൽ പ്ലേസസ് വരെ എടുക്കുക. ഓക്കെ, നമുക്കത് ചെയ്യുമ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ എന്താ, എക്സ് നോട്ട് x1 കണ്ടുപിടിച്ചു. x2 കണ്ടുപിടിക്കണം. x2 കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു x1ന്റെ വാല്യൂ എന്താണ്, ഇപ്പൊ കിട്ടിയ ഈ വാല്യൂ അല്ലേ, 0.62 മൈനസ് എന്താണ്, 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3 ഇൻറ്റു 0.62 മൈനസ് കോസ് ഓഫ് 0.62 മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1, അതായത് എന്താണ്, 3 പ്ലസ് സൈൻ ഓഫ് 0.62. ഇത്രയും വാല്യൂ അപ്ലൈ ചെയ്യാം. എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.60712 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ തൊട്ട് മുന്നത്തതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കി, ഇത് 0.62, ഇത് 0.60. അപ്പോ ഒരു 3 ഡെസിമൽ പ്ലേസസ് വരെ മാച്ച് ചെയ്തിട്ട് എനിക്ക് വന്നില്ല. ഓക്കെ,
x1 x2 കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല. അപ്പൊ അടുത്ത വാല്യൂ കണ്ടുപിടിക്കണം. x3 is equal to എന്തെന്നാവുക, x2 minus f of x2 divided by f dash of x2 എന്ന് വരും. That is equal to x2 ന്റെ വാല്യൂ എന്താ, 0.60712 minus 3 into 0.60712 minus cos of 0.60712 minus 1 divided by 3 plus sine of 0.60712. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.60710 ആണ്. ഓക്കെ, അപ്പൊ നോക്കി ഇത് രണ്ടും x2 x3 കമ്പയർ ചെയ്യുമ്പോൾ 3 ഡെസിമൽ പ്ലേസസ്, ശരിക്കും 4 ഡെസിമൽ പ്ലേസസ് വരെ ഇതെന്താണ്, കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് എ റൂട്ട് ബിറ്റ്വീൻ 0 and 1 for cos x equal to 3x minus 1 using Newton-Raphson method to correct 3 decimal places എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 3 ഡെസിമൽ പ്ലേസസ് കറക്റ്റ് ആവുന്ന വരെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്റെ റൂട്ട് എത്രയാണ്, റൂട്ട് ഓഫ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 3x minus cos x minus 1 is 0.607 അല്ലെ. 3 ഡെസിമൽ പ്ലേസസ് വരെ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇതുവരെ എഴുതി. 4 പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യാം, 1 വരെ എഴുതണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ.